ഹലോ മുത്തുമണിയല്ലേ, അസ്സലാമു അലൈക്കും. എന്തൊക്കെ പാട്, സുഖമല്ലേ? അപ്പോൾ ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും എന്താ ഒരു പതിവില്ലാത്തൊരു സലാം പറച്ചിലെന്ന്. വേറെ ഒന്നുമല്ല, ഈ ഒരു സബ്ജക്റ്റ് പറയണമെങ്കിൽ ഒരു സലാം പറച്ചിലില്ലാതെ അത് തുടങ്ങുന്നത് ശരിയായ ഒരു കാര്യമല്ല. നമുക്ക് ഒരു റമദാൻ മാസം പോലെ തന്നെ ഒരു പരിശുദ്ധമാക്കപ്പെട്ട ഒരു മാസമാണ് റബീഉൽ അവ്വൽ മാസം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മാസമാണ്, നമ്മളിലോട്ട് കടന്നു വരുന്ന ഒരു മാസമാണ്. അടുത്ത മാസമാണ് നമ്മുടെ നബിദിനൊക്കെ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 5 കൊല്ലമായിട്ട് എനിക്ക് ഞാനിവിടെ വന്നതിന് ശേഷം 5 കൊല്ലത്തോളം ഞാൻ അതിൽ പങ്കെടുത്തിട്ടില്ല. ഇതൊരുപാട് വിഷമം, കാരണം എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. കാരണം ഞാനൊക്കെ മദ്രസ പഠിക്കുന്ന ടൈമിലൊക്കെ ഒരുപാട് പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തിരുന്നു, പാട്ടായിട്ടും പ്രസംഗമായിട്ടും അങ്ങനെയുള്ള ഒരുപാട് റേഞ്ച് പരിപാടികൾക്കൊക്കെ പോയിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു പ്രത്യേക ഒരു രസമായിരുന്നു. നബിദിനത്തിലുള്ള റാലി, അതുപോലെയുള്ള ഫുഡ് വിതരണം, അങ്ങനെയുള്ള ഒരുപാട് എന്താ പറയുക, നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ എനിക്ക് പേഴ്സണലി നബിദിനം എന്ന് പറയുമ്പോൾ മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ് എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയത്. ഞാൻ 4ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ആ ആക്സിഡൻ്റ് ആയത്. ശരിക്കും എൻ്റെ ഒരു 2ാം ജന്മം എന്ന് ചിലപ്പോൾ പറയാം. പക്ഷെ അന്ന് വലിയൊരു രീതിയിലുള്ളൊരു അപകടം ഉണ്ടായില്ല. എന്നിരുന്നാലും അതെന്തോ പടച്ചോൻ്റെ ഒരു കുതിരത്ത്, നമ്മുടെ ഉമ്മാരും വാപ്പാരും മറ്റുള്ളവരൊക്കെ ഒരു പ്രാർത്ഥന, പിന്നെ ആ മാസത്തിൻ്റെ ഒരു മഹത്വം കൊണ്ടാവും ചിലപ്പോൾ എന്തോ ഒരു രക്ഷപ്പെട്ടത്. അത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു കസിനിൻ്റെ ഒരു ബൈക്കിൽ നിന്നുണ്ടായ ഒരു ആക്സിഡൻ്റാണ്. ഞാൻ എൻ്റെ മദ്രസയിലെ ഘോഷയാത്രയൊക്കെ കഴിഞ്ഞിട്ട്, ഞങ്ങൾ സാധാരണ ഒരു വൈകിട്ട് ഒരു 4 മണിക്കാണ് ഞങ്ങളെ മദ്രസയിൽ ഘോഷയാത്ര ഉണ്ടാവുക. അപ്പോൾ അന്ന് ഞങ്ങളെല്ലാവരും കൂടെയൊക്കെ നല്ല പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട്, സാധാരണ ഈ നബിദിനത്തിന് ഞങ്ങൾ പ്രത്യേകമായിട്ട് നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇടും. ഇന്നത്തെ കാലത്തുള്ള ഒരു രീതിയൊക്കെ മാറി. അന്ന് കാലത്ത് കാരണം പ്രത്യേകമായിട്ട് നബിദിനത്തിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഡ്രസ്സൊക്കെ എടുപ്പിക്കും. അന്ന് കല്യാണം അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു നബിദിനം അങ്ങനെയുള്ള പ്രത്യേക പെരുന്നാളിനൊക്കെ മാത്രമേ ഡ്രസ്സ് ഉണ്ടാവുള്ളൂ. ഇന്നത്തെ പോലെ എപ്പോഴും നമുക്ക് വേണ്ടി ഡ്രസ്സ് എടുക്കില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഇട്ട് നല്ല രീതിയിൽ അടിച്ചുപൊളി ഒരു വെള്ള ഷർട്ടും ഒരു ബ്ലാക്ക് ഫാൻ്റ് ആയിരുന്നു. എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്. അങ്ങനെ ഘോഷയാത്രയ്ക്ക് പോയി. ഘോഷയാത്ര കഴിഞ്ഞൊരു മഗ്‌രിബ് ടൈം ആകുമ്പോൾ ഞാൻ മദ്രസയിൽ, ഞാനും കുറച്ച് കുട്ടികളും കുറച്ച് രക്ഷിതാക്കളൊക്കെ ഉണ്ട്. ഞങ്ങളിങ്ങനെ വരുന്ന വഴിയിൽ, അപ്പോൾ ഞങ്ങളുടെ മെയിൻ റോഡാണ്, അതായത് വളഞ്ചേരി കുളമംഗലത്താട്ടോ. ഇന്ന് ഞാൻ മാറിപ്പോൾ വീടൊക്കെ മാറി. അന്ന് വരുന്ന ടൈമിൽ അപ്പോൾ ഇവിടെ വലിയൊരു തമിഴ് ലോറി നിൽക്കുന്നുണ്ട്, വലിയൊരു ലോറി നിൽക്കുന്നുണ്ട് ഒരു റോഡിൻ്റെ സൈഡിലായിട്ട്. അപ്പോൾ എനിക്ക് അപ്പുറത്ത് മുറിച്ച് കിടക്കണം. ഈ മുറിച്ച് കിടക്കണമെങ്കിൽ ഇപ്പോൾ റോഡിൻ്റെ ഒരു ഹാഫ് പോർഷൻ വരെ നമ്മുടെ ഈ ലോറിയുടെ ഒരു ബോഡി നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് അപ്പുറത്തുനിന്ന് ഒരു വണ്ടി വരുമ്പോൾ സത്യം പറഞ്ഞാൽ കാണൂല. പക്ഷേ നമുക്ക് അന്ന് ഈ മക്കൾക്കുള്ള സ്വഭാവം ഉണ്ടല്ലോ, പെട്ടെന്ന് നമ്മളുടെ ഓടുന്ന സ്വഭാവം. ശരിക്കും എൻ്റെ ഒരു അന്നത്തെ ഒരു എന്താ പറയുക വെച്ച് എല്ലാവർക്കും അറിയാം, എന്നാലും കൂടി പറയാം, ആരും റോട്ടിൽ ഓടരുത്, പരമാവധി നടന്നു പോകണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു മുന്നിൽ നിന്നൊരു വണ്ടി എപ്പോഴാണ് അവർക്ക് ബ്രേക്ക് ചിലപ്പോൾ ചവിട്ടാൻ പറ്റിക്കോളുന്നില്ല, അല്ലെങ്കിൽ ബ്രേക്ക് പിടിക്കാൻ പറ്റിക്കോളുന്നില്ല. അപ്പം നമ്മുടെ ഒരു അശ്രദ്ധ, അല്ലെങ്കിൽ അവരുടെ ഒരു അശ്രദ്ധ ചിലപ്പോൾ നമ്മുടെ ഒരു എന്താ പറയുക ജീവിതകാലം ചിലപ്പോൾ മരണപ്പെടാനോ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതകാലം നമ്മൾ കിടപ്പ് കിടക്കേണ്ട ഒരു അവസ്ഥകൾക്ക് വരും. എന്തായാലും പടച്ചവൻ അങ്ങനത്തെയുള്ള ആപത്തുകൾ നമ്മളെ കുടുംബക്കാരും മറ്റുള്ള ബന്ധപ്പെട്ടവരൊക്കെ കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ലോറി നിൽക്കണേ. അപ്പം നമ്മൾ അന്നത്തെ പ്രായം അറിയാലോ. അപ്പം ഞാൻ ഓടി വിടുന്നു. ഈ ഓട്ടത്തിൽ പെട്ടെന്ന് അവിടുന്ന് ഒരു ബൈക്ക് വരേണ്ടത്. അതിൻ്റെ ആ ബൈക്ക് നമ്മളൊരു നാട്ടിലത്തെ ആൾ തന്നെയായിരുന്നു. ഇടിച്ച് പെട്ടെന്ന് ഞാൻ ഓടലും പെട്ടെന്ന് എൻ്റെ കണ്ണിലൊരു ഇരുട്ട് കയറിയ പോലെ, കാരണം ഒരു വണ്ടി ഇടിച്ചിട്ട്. പിന്നെ നോക്കുമ്പോൾ എനിക്ക് വലിയൊരു ബോധമൊന്നുമില്ല, ചെറുതായിട്ട് എന്തൊക്കെയോ ഒരു ഇതിന്. പിന്നെ നോക്കുമ്പോൾ എന്താ പറയുക, ആളും ബാളൊക്കെ കൂടിയിരുന്നു. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ അന്നൊരു ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായതാണ്. മുന്നിൽ നിന്ന് വരുന്ന വണ്ടി ഞാൻ ഓടിയപ്പോൾ ഇടിച്ച് തെറിപ്പിച്ചതല്ല, ഇടിച്ചതാണ്. അങ്ങനെ മറിഞ്ഞ് വീണ് അന്ന് ഉണ്ടായൊരു സംഭവം എന്താ വെച്ചാൽ എൻ്റെ ഈ ഒരു ചെവി, അതായത് എൻ്റെ വലത് ചെവി അന്ന് മുറിഞ്ഞ്. അത് ഇവിടെ എപ്പോഴും ചിലപ്പോൾ എൻ്റെ ഈ ചെവി രണ്ടും ചിലപ്പോൾ ചെറിയൊരു വ്യത്യാസത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കും. കാരണം ഇതൊരു 3 സ്റ്റിച്ചിട്ട് അന്നൊരു ആരതൊക്കെ പ്രാർത്ഥന കൊണ്ടുണ്ടായതാട്ടോ, വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്. ചിലപ്പോൾ നമ്മുടെ ജീവൻ തന്നെ പോയേക്കാം. ചിലപ്പോൾ നമ്മൾ ഇനിയും ജീവിക്കാൻ പടച്ചോൻ നമുക്ക് ആയുസ്സിട്ട് തന്നതാവും. ഓരോ കാര്യങ്ങളുണ്ടാവും, എല്ലാം എന്താ പറയുക, അല്ലെങ്കിൽ അന്നൊക്കെ നമ്മൾ പടച്ചവൻ്റെ വിളിക്ക് ഇത്ര നൽകി പോകേണ്ട ടൈമായി.
അപ്പോൾ അങ്ങനെ പക്ഷേ എന്താ പറയുക, ആ ഇടിച്ച ആൾ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഒരു കയ്യിൽ വന്നൊരു തെറ്റായിട്ട് കണക്കാൻ പറ്റില്ല. കാരണം ഈ ഞാൻ ഓടിയപ്പോൾ അദ്ദേഹം സാധാരണ നോർമൽ വണ്ടി വന്നു, പക്ഷേ ഈ അദ്ദേഹത്തിന് ഞാൻ ഇവിടുന്ന് ഓടുന്ന പെട്ടെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അദ്ദേഹത്തിന് ബ്രേക്ക് ഇല്ല, അതിലിടിച്ചതാണ്. അദ്ദേഹത്തെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. നല്ലൊരു മനുഷ്യ സ്നേഹിനിട്ടെ. കാരണം അദ്ദേഹം ഇത് കഴിഞ്ഞിട്ട് ഒരുപാട് നമ്മളൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നു, നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ ചോദിച്ചോ, അല്ല ഒന്ന് ഇടിച്ചിട്ട് പോകും, അങ്ങനത്തെ ഒരു ഇതുണ്ട് കേട്ടോ. നല്ലൊരു സ്വഭാവം. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാളും കൂടിയാണ്, ഒരുപാട് ബന്ധമില്ലെങ്കിലും നമുക്കറിയാവുന്ന ഒരാളാണ്. ഒരു മനുഷ്യ സ്നേഹി തന്നെ പറയട്ടെ. കാരണം നല്ലൊരു സ്വഭാവമുള്ള ആളാണ്. പഠിച്ചോ എന്തായാലും ആൾക്കൊക്കെ നല്ലൊരു അവരുടെ കുടുംബത്തിലൊക്കെ എല്ലാ ഹൈറും പേർക്കെന്ന് കൊടുക്കുക. നല്ലൊരു സ്വഭാവമുള്ള ഒരാളായിരുന്നു കേട്ടോ. അതുപോലെ നമ്മുടെ നാട്ടുകാർ, കാരണം ഈ ആക്സിഡൻറ്റ് ഉണ്ടായപ്പോൾ തന്നെ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കാരണം ഞാൻ പിന്നെ എനിക്ക് ഇങ്ങനെ ഫാൻ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ കറങ്ങുന്നത് മാത്രം കാണുള്ളൂ, വേറെ ഒന്നും കാണും. കാരണം പിന്നെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ചെവി ഇങ്ങനെ ഇവിടെ ഇങ്ങനെ മൊത്തത്തിലിങ്ങനെ സ്റ്റിച്ചിട്ട് ഇങ്ങനെ കെട്ടിയിരിക്കണം, മൊത്തത്തിലിങ്ങനെ കെട്ടിയിരിക്കണം. പിന്നെ ഇങ്ങനെ ഫാൻ കറങ്ങുന്ന കാണുന്നുണ്ട്. പിന്നെ നോക്കുമ്പോണ്ട് വെള്ള ഷർട്ട് മൊത്തം ചോരായിട്ട്. കാരണം അന്നൊരു പുതിയ ഷർട്ട് എടുത്തതാണ്, ഷർട്ടിൻ്റെ അല്ല, പക്ഷെ ആ ഷർട്ടിൽ മൊത്തം വെള്ളച്ചോര. അന്ന് എനിക്ക് 2-3 പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ സാധാരണ അല്ല മദ്രസയിൽ, എനിക്ക് ഉസ്താദ്മാർ അധികം പാട്ട് തരൂല. ഉസ്താദ്മാർ ആദ്യം തന്നെ എന്നോട് പറഞ്ഞാണ്, ഈ പാട്ട് പാടണ്ട, പകരം ഈ പ്രസംഗം പറഞ്ഞാൽ മതി, അല്ലെ കഥാപ്രസംഗം പറഞ്ഞാൽ മതി, അങ്ങനെ എന്നോട് പറയുള്ളൂ. പാട്ട് പാടാൻ ഞാൻ 1ാം ക്ലാസ് 2ാം ക്ലാസ്സിലെ പാട്ട് പാടി. പിന്നെ അവിടെ നിന്നൊക്കെ എനിക്ക് കഥാപ്രസംഗം അതിങ്ങനെ 2-3 പാരഗ്രാഫ് പേജുള്ളതായിക്കാൻ തരിക. അത് പഠിച്ചെടുക്കുക. എല്ലാവരും പാട്ട് പാടുമ്പോൾ ഞാൻ അങ്ങനെ ആയിരിക്കും, പഠിച്ചോനെ ഈ ചെറിയ 2-3 ഒരു 4-5 ലൈൻ ഉണ്ടാവുള്ളൂ പാട്ട്, അത് പാടിയാൽ മതിയല്ലോ. എങ്ങനെയാണ് ഈ പ്രസംഗം പഠിക്കാൻ? തലപ്രാന്ത് വരും. പക്ഷെ എന്തായാലും ഉസ്താദ്മാരെ എന്താ പറയുക, അവർക്ക് മനസ്സിലാകാൻ സംസാരിക്കാനൊരു ഒരു കഴിവുള്ളതുകൊണ്ടാകും അവർ തന്നിട്ട്. കാരണം ഇന്നും ആ ഉസ്താദ്മാരൊക്കെ നമ്മൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം അവർക്ക് നല്ലൊരു സ്നേഹമുണ്ട്. കാരണം പ്രത്യേകമായിട്ട് നമ്മളോട് പറയും, ഈ തന്നെ പറയണം കേട്ടോ, ഇങ്ങനെ പറയണം കേട്ടോ, അങ്ങനെ പറയണം. നമ്മൾ ഇങ്ങനെ വിളിച്ച് വരുത്തിയിട്ട് ഓരോ നമുക്കുള്ള തെറ്റുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. എന്തായാലും നമ്മളെ ഗുരുക്കന്മാർക്കൊക്കെ പഠിച്ചവന് നല്ല രീതിയിലൊരു നല്ലൊരു ലൈഫ് കൊടുക്കട്ടെ. കാരണം എന്താ വെച്ചാൽ നമ്മളൊക്കെ ഒരുപാട് പഠിപ്പിച്ച ഉസ്താദ്മാരാണ്, നല്ല സ്നേഹം തന്ന ആൾക്കാരാണ്. കാരണം ആ സ്നേഹമൊക്കെ ഇപ്പോൾ ഉണ്ടാവുമോ എന്നുള്ളത് എനിക്കൊരു വലിയ സംശയമാണ്. അങ്ങനെ എൻ്റെ ആ ഒരു സംഭവം, ആ അന്നത്തെ ഒരു നബിദിനം എനിക്ക് ഇന്നും എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു സംഭവം. കാരണം അതിൻ്റെ ഒരു പാടായിട്ട് ചിലപ്പോൾ കണ്ടോ ഇങ്ങനെ ഒരു ചെറിയൊരു ഇതിങ്ങനെ നിൽക്കുന്നുണ്ടാവും, ഒരു 3 സ്റ്റിച്ചിട്ടാണ് അങ്ങനെ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പാടാൻ നല്ല ആഗ്രഹമുള്ള ആളാണ്. പക്ഷേ എനിക്ക് പാടാനുള്ള ഒരു ശബ്ദം എൻ്റേത് റെഡിയല്ല. കാരണം നല്ല ആഗ്രഹമുള്ള ആളാണ് ഞാൻ. ഓരോരുത്തരിങ്ങനെ സ്റ്റേജിലൊക്കെ മദ്രസയിലായാലും സ്കൂളിലായാലും അല്ല വേറെയുള്ള ഒരു പ്രോഗ്രാമിലൊക്കെ പാടുന്നത് കാണുമ്പോൾ ഭയങ്കര ഇങ്ങനെ പാടാലോ അങ്ങനെ പാടാലോ എന്നിങ്ങനെ ആഗ്രഹിക്കും. ഭയങ്കര മിസ്സിങ് ആണത്, ഭയങ്കര ഒരു ആഗ്രഹമാണ്. പക്ഷെ അതുകൊണ്ട് ഞാൻ തന്നെ നബിദിനല്ലേ, അപ്പോൾ ഞാനൊരു 2 വരി പാടാം, തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പൊറുക്കട്ടെ. ഞാൻ ഒരിക്കലും ഒരു പാട്ടുകാരനല്ല, പക്ഷേ ഭയങ്കര ആഗ്രഹത്തിൻ്റെ പേരിൽ ജസ്റ്റ് പാടട്ടോ. ഇഷ്ടപ്പെട്ട മാത്രം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളതിൻ്റെ കുറ്റം കുറവൊക്കെ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. എന്തായാലും എൻ്റെ ആഗ്രഹം അത് എനിക്ക് പാടണം, എന്നാലും എനിക്കൊരു സന്തോഷമുള്ളൂ. അന്ന് ഞങ്ങളെ ആ നബിദിനക്കാലത്ത് അന്ന് ഏകദേശം ഒരു 4-5 കൊല്ലത്തോളം അടുപ്പിച്ച് ഇപ്പോഴും അത് ആ ഒരു പാട്ട് ഭയങ്കര ഒരു നബിദിനത്തിൻ്റെ ഒരു വൈറൽ പാട്ട് തന്നെ പറയാം. യാ നബി അസ്സലാം, ആ പാട്ട് ഇന്നും കേൾക്കാത്ത ഒരു ആളുകൾ ഉണ്ടാവില്ല എന്നാണ് ഈ സത്യം. നല്ല രസമുള്ളൊരു പാട്ടാണ്, കേൾക്കാനൊരു ഇമ്പമുള്ള നമ്മളെ നബിനെ വർണ്ണിച്ചുകൊണ്ട് പാടുന്നൊരു പാട്ടാണ്. ഭയങ്കര അതിൻ്റെ 2 വരി ഞാൻ പാടാം. ഒരുപാട് പാടാൻ എനിക്കുള്ളൊരു എനിക്ക് കഴിവില്ല, അതിനുള്ളൊരു ഇതുമില്ല, ഞാൻ പാടാത്. അപ്പോൾ ആ പാട്ട് എനിക്ക് വലിയൊരു പാടാൻ അറിഞ്ഞിട്ടൊന്നുമല്ല, ജസ്റ്റ് എൻ്റെ ഒരു 2 വരി എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ ഞാൻ പാടട്ടെ. കാരണം എനിക്കൊക്കെ ഒരുപാട് മിസ്സിങ്ങാണ് നബിദിനം. കാരണം ഒരുപാട് 8-9 ക്ലാസ് വരെയൊക്കെ 8 വരെ 9 അല്ല 8 വരെ ഇതിലൊക്കെ പങ്കെടുത്താണ്, നബിദിനത്തിൻ്റെ പരിപാടിയിലൊക്കെ പങ്കെടുത്താണ്. അപ്പോൾ അതിൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ ജസ്റ്റ് ഒരു 2 വരി പാടട്ടോ. യാ നബിയേ അസ്സലാം യാ റസൂലേ വസ്സലാം, അമ്പിയാക്കൾക്കെല്ലാം രാജരേ 1000 സലാം. യാ നബിയേ അസ്സലാം യാ റസൂലേ വസ്സലാം, അമ്പിയാക്കൾക്കെല്ലാം രാജരേ 1000 സലാം.
പുണ്യമദീനത്തുറങ്ങും പൂർണ്ണ തോഹ തിങ്കളേ അസ്സലാം വസ്സലാം ആയിരമായിരം സലാം. ഇതിൻ്റെ വരി കുറച്ച് മാറ്റം വന്നിക്കണം, പക്ഷെ എന്നാലും ഇതൊരാഗ്രഹത്തിൻ്റെ പരിപാടി കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട മാക്സിമം എൻ്റെ കാര്യങ്ങൾ കേട്ടില്ല, നിങ്ങൾ ഇഷ്ടപ്പെട്ട മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.